കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുക തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്ന ഒരു ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ കയ്യിലൊരു കസ്റ്റമർ ഈ ഒരു സാരി തന്നിട്ടുണ്ടായിരുന്നു, അതായത് സെറ്റ് സാരിയാണ്. അപ്പോൾ ഈ ഒരു സാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിലെ നടുഭാഗത്ത് ഒരു ബ്രൊക്കേഡിൻ്റെ പീസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത് ഈ ഒരു വീതിയിൽ നമുക്ക് ഗോൾഡൻ ബോർഡറും ഉണ്ട്. അപ്പോൾ ഇവർ നമ്മളോട് തയ്ക്കാൻ പറഞ്ഞേക്കുന്ന മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ട് യോക്കും സ്ലീവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ബ്രൊക്കേഡ് പീസ് ഗ്രീൻ ബ്രൊക്കേഡ് വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ സ്കേർട്ടിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് അമ്പർല രീതിയിൽ കട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡർ വേണമെങ്കിൽ നമുക്ക് അടിയിൽ പിടിപ്പിക്കാം എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡർ കട്ട് ചെയ്ത് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തയ്ക്കുന്ന സമയത്ത് വെച്ച് നോക്കിയപ്പോൾ അതിന് ഭംഗിയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഭാഗം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുന്നതാണ് ഏതാണ് കുറച്ചും കൂടെ ഭംഗി എന്നുള്ളത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സാരിയുടെ മുന്താണി പാർട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ സെൻറ്റർ ഭാഗത്തിലെ നടുഭാഗത്ത് വരുന്ന ബ്രൊക്കേഡ് പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട്. കാരണം നമുക്കത് യോക്കിനും അതുപോലെ തന്നെ സ്ലീവിനും വേണ്ടതാണ്. അപ്പോൾ അത് രണ്ടും കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ബോർഡറും കൂടെ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കളയുമല്ല, കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. അവസാനം നമുക്ക് വേണമെങ്കിൽ നമുക്ക് എടുക്കാന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ ബോർഡറും അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് വരുന്ന ഈ ഒരു ബ്രൊക്കേഡ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിടിപ്പിക്കാം ബോർഡറൊക്കെ. അങ്ങനെ നമുക്ക് ബോർഡർ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. മിച്ചം നമുക്ക് 2 പീസ് തുണിയാണ് കിട്ടിയേക്കുന്നത്. നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലിയ പീസ് തുണിയാണ്. അപ്പോൾ രണ്ടും രണ്ടായിട്ട് മടക്കിയിട്ടപ്പോൾ ടോട്ടൽ നമുക്ക് 4ആയിട്ടാണ് തുണി മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കേർട്ട് ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വേസ്റ്റ് അളവ് എത്രയാണ് ആ വേസ്റ്റ് അളവിനേൽ നമ്മൾ തുണി മടക്കിയിട്ടേക്ക് 4ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ 4ന്റെ ഇരട്ടിയായ നമ്മൾ 16 കൊണ്ട് നമ്മുടെ വേസ്റ്റ് അളവിന് ഹരിക്കണം. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 2ആണ് കിട്ടുന്നത്. അതായത് ഇവിടുത്തെ വേസ്റ്റ് അളവ് 32 ഇഞ്ചാണ്. ആ 32 ഇഞ്ചിനെ നമ്മൾ 16 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് 2 ഇഞ്ചാണ് കിട്ടിയത്. ആ 2 ഇഞ്ചിൻ്റെ കൂടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടി 3 ഇഞ്ച് നമ്മൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്യണം. 3ന്റെ ഇരട്ടിയായ 9 അടുത്ത ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. വീണ്ടും 3 ഇഞ്ച്, വീണ്ടും അടുത്ത ലൈനിൽ നമ്മൾ 9 ഇഞ്ച് എന്നുള്ള രീതിയിലാണ് ഒരു സൈഡിൽ നമ്മൾ മുകൾ ഭാഗത്ത് മാർക്ക് ചെയ്യേണ്ടത്. അതേ രീതിയിൽ നേരെ താഴത്തോട്ട് വരുമ്പോഴത്തേക്ക് മുകളിൽ നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥാനത്ത് അടിഭാഗത്ത് 9 ഇഞ്ച് ആയിരിക്കണം. 9 ഇഞ്ച് കഴിഞ്ഞിട്ട് വീണ്ടും 3 ഇഞ്ച്, ആ ഒരു രീതിയിലാണ് നമ്മൾ മുകളിലും താഴെയും മാർക്ക് ചെയ്യുന്നത്. അങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിലാണ് കിട്ടുന്നത്. ഇനി നമ്മളിത് തല തിരിച്ച് നമ്മുടെ ചെറിയ പീസായിട്ട് ചെറിയ അളവ് വരുന്ന വേസ്റ്റിൻ്റെ അളവ് ഭാഗത്തും അതുപോലെ തന്നെ വലിയ അളവ് വരുന്നതെല്ലാം ഏറ്റവും അടിഭാഗത്ത് നമ്മുടെ സ്കേർട്ടിൻ്റെ റൗണ്ടുമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ റൗണ്ട് കിട്ടും. അപ്പം നിങ്ങൾക്ക് എങ്ങാനും അങ്ങനെ കൂടി പോയതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തുണിയുടെ പീസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഒരിക്കലും നമുക്ക് തുണി കുറഞ്ഞു പോകരുത്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൂടി പോവുകയാണെങ്കിൽ നമുക്കിതിൽ ഏതെങ്കിലും ഒരു പീസൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ കുറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്കതിൽ ഒത്തിരി വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പം ഇതുപോലെ 5 പീസ് തുണിയാണ്. അപ്പോൾ 5 പീസ് തുണിയുടെ അടിയിലോട്ട് നമുക്ക് 4 പീസ് വീതം ഉണ്ട്. അപ്പം നമ്മളത് എക്സ്ട്രാ 1 ഇഞ്ച് എന്തിനാണ് കൂട്ടിയെടുക്കാൻ പറഞ്ഞതെന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിൽ നമുക്ക് അര ഇഞ്ച് അടിച്ചു പോകും. അപ്പോൾ അര ഇഞ്ച് അടിച്ചു പോകുമ്പോൾ കറക്റ്റ് 2 ഇഞ്ചായിരിക്കും നമുക്ക് വീണ്ടും കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൂട്ടിയടിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. എങ്ങാനും നമുക്ക് കൂടുതലാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തുണിയെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് 32 വേസ്റ്റ് സൈസ് വരുന്ന ആളുടെ കാര്യം മാത്രമാണ്. അപ്പം വേറെ അളവൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി നമ്മൾ നേരെ യോക്കിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ യോക്ക് കട്ട് ചെയ്യാനായിട്ട് ലൈനിങ്ങിലാണ് ആദ്യം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യുന്നത്. ചെസ്റ്റ് അളവ് 34 ഇഞ്ചാണ്. ഷോൾഡർ നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഷോൾഡർ നമ്മൾ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. 7 ഇഞ്ചിൽ നിന്ന് നേരെ താഴത്തോട്ട് നമ്മളൊരു 6.5 ഇഞ്ചാണ് കൈക്കുഴി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ നേരെ വരച്ചു കൊടുക്കണം, കൈക്കുഴി വരയ്ക്കാനായിട്ടാണ്. ഇനി നമ്മൾ ചെസ്റ്റ് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് നമ്മൾ പറഞ്ഞായിരുന്നു 34 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എക്സ്ട്രാ ലൂസിനും അതുപോലെ തന്നെ തയ്യൽ തുമ്പിനും വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട്. യോക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമ്മൾ 14 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 14 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തയ്യൽ തുമ്പെല്ലാം കൂട്ടിയിട്ട് വേണം 14 ഇഞ്ച് എടുക്കാനായിട്ട്. ആ 14 ഇഞ്ച് നമ്മൾ നേരെ ഒരു ലൈനായിട്ട് മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ കഴുത്തിൻ്റെ വിരിവാണ് മാർക്ക് ചെയ്യുന്നത്. കഴുത്തിൻ്റെ വിരിവ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്
3 ഇഞ്ചാണ് നമ്മൾ കഴുത്തിന്റെ വിരിവ് മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഫ്രണ്ടിലെ കഴുത്തിന്റെ ഇറക്കമാണ് 5 ഇഞ്ച്, പുറകിലെ അല്ലെങ്കിൽ ബാക്കിലെ കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുമ്പോൾ നമ്മൾ 4 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും നമ്മളോട് റൗണ്ടിനൊക്കെയാണ് വെച്ച് കൊടുക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ റൗണ്ടിനൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമേ ഫ്രണ്ട് നെക്ക് വരച്ചതിന് ശേഷം നമ്മൾ അടുത്തത് ബാക്ക് നെക്കുമാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ടക്കിന്റെ അളവാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ടക്കിന്റെ അളവെന്ന് പറയുമ്പോൾ ഇങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കണം. നമ്മൾ വേസ്റ്റ് ലൈനിൽ വേണം ടക്കിന് വരച്ചു കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്യാനായിട്ട് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ 3.5 ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതേ രീതിയിൽ നമ്മൾ ടേപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം 0.5 വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ ഇതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ നമ്മൾ ആ 1/2 ഇഞ്ച് മുകളിലോട്ട്, അതായത് 4 ഇഞ്ച് നമ്മൾ കയറ്റി വരച്ചല്ലോ, അതിലോട്ട് ഇതുപോലെ ഈ ഒരു ഷേപ്പിന് നിങ്ങൾ വരച്ചു കൊടുക്കണം. ഇതാണ് ടക്ക്. ഈ ഒരു രീതി ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് ഫ്രണ്ടിലായിക്കോട്ടെ ബാക്കിലായിക്കോട്ടെ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും. അതായത് പ്രിൻസസ് കട്ടൊക്കെ ചെയ്യുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ നമ്മൾ ടക്ക് ഇടാനായിട്ട് പറയുന്നത്. അതിനുശേഷം വേസ്റ്റിന്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ നമ്മളൊരു എക്സ്ട്രാ 2 തയ്യൽ തുമ്പും അതുപോലെ തന്നെ 1 ഇഞ്ച് നമ്മൾ ടക്കിന് അടയാളപ്പെടുത്തിയല്ലോ. കാരണം ടക്കിന് 1 ഇഞ്ച് പോകുന്നുണ്ട്. ആ 1 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഫ്രണ്ട് പീസ് നെക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ചാടി കയറി 2 നെക്ക് ഒരുമിച്ച് കട്ട് ചെയ്യല. അപ്പോൾ രണ്ടിനും നമുക്ക് ഒരേ കഴുത്തിൻ്റെ ഇറക്കമായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ കഴുത്ത് രണ്ടും ഒരുപോലെ ഇട്ടതിന് ശേഷം കട്ട് ചെയ്യരുത്. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. കണ്ടില്ല, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇതേ അളവിൽ തന്നെ നമ്മുടെ നല്ല തുണിയുടെ മുകളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതേ അളവിൽ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതും എളുപ്പവും. അപ്പൊ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത മെറ്റീരിയൽ, ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ മെയിൻ തുണിയുടെ മുകളിലോട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തപ്പോൾ കണ്ടില്ല, ഇതേ രീതിയിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതേ ലൈനിങ്ങിൽ ആദ്യം അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത നമ്മൾ സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ലീവിന് നമുക്ക് ലൈനിങ് കുറച്ച് കുറവായതുകൊണ്ടാണ് നമ്മൾ നല്ല തുണിയിൽ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 13 ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത്. ആ 13 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും അടിഭാഗം നമ്മൾ മടക്കി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്ലീവ് ഷോൾഡറുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമാണ് സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്ലീവിൻ്റെ വണ്ണം നമ്മളിവിടെ 10 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിലോട്ട് നമ്മൾ മുകളിൽ നിന്ന് നേരെ താഴത്തോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ 3 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചെരിച്ച് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അതിൻ്റെ നേർ പകുതി ഇതുപോലെ ഒരു ചെറിയൊരു ലൈനിട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു ഭാഗം ഇതുപോലെ കുഴിച്ചും ഒരു ഭാഗം ഇതുപോലെ കയറ്റിയും വരയ്ക്കണം. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ലീവ് കിട്ടുന്നതാണ്. ഇനി ഏറ്റവും അടിഭാഗത്തെ വണ്ണം നമ്മളിവിടെ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ മുകളിൽ മാർക്ക് ചെയ്ത പോയിന്റും അതുപോലെ തന്നെ താഴെ മാർക്ക് ചെയ്ത പോയിന്റും നമ്മൾ ഇതുപോലെ നമുക്ക് കൂട്ടി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് ഒക്കെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്ത് പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സെപ്പറേറ്റ് ലൈനിങ് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ യോക്കിന്റെ ലൈനിങ് പാർട്ടിന്റെ കഴുത്തേൽ നമ്മൾ ക്യാൻവാസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം തേച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തേച്ചെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ തുണി വെച്ച് കൊടുത്തതിന് ശേഷം അത് തയ്ച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ആ ഒരു മെത്തേഡ് ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മൾ ക്യാൻവാസ് തന്നെ ലൈനിങ്ങിൽ ആദ്യമേ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നല്ല തുണിയുടെ ഭാഗത്ത് ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് തയ്ച്ചെടുത്തിട്ട് വരാം. തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആദ്യമേ ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ തയ്യൽ തുമ്പ് ക്യാൻവാസിന്റെ ഭാഗമില്ലേ ലൈനിങ്ങിന്റെ ഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ചുറ്റിനും ഇതുപോലെ ഒന്നുകൂടെ അടിച്ചെടുക്കണം. അപ്പം അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ തേച്ചും കൂടെ എടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്കത് രണ്ടും തയ്ച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ യോക്കിന്റെ പാർട്ടായ 2 പീസും നമ്മൾ കഴുത്തെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്ക് നമ്മൾ 2 പീസിലും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ നടുക്ക് ആദ്യമേ വരച്ച ആ പോയിന്റിന്റെ ഇതുപോലെ നേർപകുതിയായിട്ട് മടക്കിയതിന് ശേഷം വേണം 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ അതേ രീതിയിൽ ഇതുപോലെ ചെരിച്ച് നമ്മൾ 2 സൈഡും മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. കണ്ടില്ല, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മൾ ടക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ടക്ക് അടിച്ചെടുക്കുമ്പോൾ ഇതേ രീതിയിൽ ായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്.
ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ തമ്മിൽ കൂട്ടിയടിച്ചെടുക്കാം. അപ്പോൾ ഷോൾഡർ കൂട്ടിയടിക്കുന്ന ടെക്നിക്ക് നമ്മൾ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ട്. അതായത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ എങ്ങനെ തയ്ക്കുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ലൈനിങ്ങും ഇതേ രീതിയിൽ ഒരുമിച്ച് പിടിക്കണം. നല്ല പീസും അതായത് ബ്രൊക്കേഡ് തുണി രണ്ടും ഒരേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ 2 വട്ടം അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ 2 വട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്കിതിൻ്റെ പുറത്തുവശം നോക്കിക്കഴിയുമ്പോൾ ഇതേ രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ തയ്യൽ തുമ്പ് കാണാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ ക്യാൻവാസ് വെച്ച അവിടുത്തെ ഭാഗം ഇതുപോലെ കറക്റ്റ് ഷേപ്പിന് പിടിച്ചു കൊടുത്തതിന് ശേഷം ഇതേ രീതി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഷോൾഡർ കിട്ടും. തയ്യൽ തുമ്പൊന്നും ഒരിക്കലും പുറത്ത് കാണുന്ന രീതിയിൽ ഒന്നും വരത്തില്ല. കണ്ടില്ല, നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ലൈനിങ്ങിന് നമുക്ക് ചെറിയൊരു അളവ് വ്യത്യാസം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ 2-3 പീസ് കൂട്ടിയടിച്ചൊക്കെയാണ് എടുത്തേക്കുന്നത്. അത് നമ്മുടെ നല്ല തുണിയുമായിട്ട് കൂട്ടിയടിച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റിലും നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എക്സ്ട്രാ തുണി തികയാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിയടിച്ചെടുത്തേക്കുന്നത്. കണ്ടില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തുണി തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു പീസ് കൂട്ടിയടിച്ചിട്ട് നമുക്ക് ഇതേ രീതി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മതിയായിരിക്കും. സ്ലീവിൻ്റെ ഉൾഭാഗം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെറ്റ് പോലുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പീസൊന്നും കൂട്ടി യോജിപ്പിച്ച് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതുപോലത്തെ തുണികളാണ് നമുക്ക് അതേ രീതി ചെയ്യാനാണ്. അങ്ങനെ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഇതേ രീതി കാണിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ അളവുള്ള ഭാഗമാണ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവിൽ അവിടെ വരുന്നതെന്നും അതുപോലെ തന്നെ വലിയ അളവുള്ളതാണ് നമുക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ചുറ്റളവ് ഇല്ലെങ്കിൽ ഏറ്റവും അടിഭാഗമായിട്ട് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്നുമില്ല, ഇതെല്ലാം നമുക്ക് കൂട്ടിയടിച്ചെടുത്താൽ മതി. ഓരോരോ പീസ് എടുത്തതിന് ശേഷം നമുക്ക് കൂട്ടിയടിച്ച് 1/2 ഇഞ്ച് വീതിയിൽ കൂട്ടിയടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സെൻറ്റർ പോയിന്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി വീതി കൂടിയുള്ള തുണിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മളത് കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഇതുപോലെ ബ്രൊക്കേഡ് പീസ് മിച്ചമുള്ള നമുക്ക് തുണി നമ്മളത് വെച്ച് കൊടുക്കാമെന്ന് ഓർത്താണ് ഇതേ രീതി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭംഗി കാണുമല്ലോ എന്നോർത്ത് നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ഇതേ രീതിയിലാണ് വെച്ചേക്കുന്നത്. അത് ആദ്യമേ നമ്മൾ വെച്ച് നോക്കി. അതിനുശേഷം നമ്മൾ ആദ്യമേ ബോർഡർ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൊടുത്താലോ എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രൊക്കേഡ് പീസാണ് വെച്ച് കൊടുക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ നമ്മുടെ ബ്രൊക്കേഡ് പീസ് നമ്മൾ വെച്ച് കൊടുക്കണം. അതായത് ചീത്ത ഭാഗത്തിൻ്റെ സൈഡിൽ കൂടാണ് നമ്മളിങ്ങനെ അടിച്ചു വിടുന്നത്. അതിനുശേഷം ആ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു അടുത്ത പീസ് നമ്മൾ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ അകത്തോട്ട് മടക്കിയതിന് ശേഷം നമ്മൾ ചുറ്റിനും അടിച്ചെടുക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകും. ഇതേ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് പീസിൽ ബാക്ക് പീസിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീതി മാത്രം നമുക്ക് മിച്ചം തുണി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈനിങ്ങും അതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് അംബർല രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചിട്ടൊന്നുമില്ല. ഓഫ് വൈറ്റ് തുണി തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അതും നമ്മുടെ മെയിൻ തുണിയുമായിട്ട് നമ്മുടെ സ്കേർട്ടുമായിട്ട് കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ യോക്കുമായിട്ട് കൂട്ടിയടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളിത് യോക്കുമായിട്ട് കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണവും ചെസ്റ്റിൻ്റെ വണ്ണവും വേസ്റ്റിൻ്റെ വണ്ണവും എല്ലാം നോക്കിയതിന് ശേഷം നമുക്ക് കൂട്ടിയടിച്ചിട്ട് വരാം. അപ്പോൾ കൂട്ടിയടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോപ്പിൻ്റെ ഇല്ലേ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. കണ്ടില്ലേ, നമുക്ക് നല്ല വിരിവി തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണം എങ്ങനെയാണ് നിങ്ങൾ കളറാക്കുമല്ലേ? അപ്പോൾ ഇഷ്ടപ്പെടുവാൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.